ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ ഇരകൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രണ്ടാമത് കിട്ടിയ പരാതി, ആ പരാതി പാർട്ടിയുടെ അധ്യക്ഷന് തന്നെയാണല്ലോ കിട്ടിയത്, സംസ്ഥാന അധ്യക്ഷന് തന്നെ കിട്ടുന്നു. ആ പരാതി DGPക്ക് കൈമാറുന്നുമുണ്ട്. ശരിയാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ഈ കാര്യത്തിൽ എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ചില പ്രതികരണങ്ങൾ ഒഴിച്ചാൽ എങ്ങനെയാണ് ആ കാര്യത്തിലൊരു ഉറപ്പ് ലഭിക്കുക? കാരണം ഇപ്പോൾ പറഞ്ഞു കേട്ടത് പ്രകാരം പോലീസ് പിടികൂടുന്ന ഘട്ടത്തിൽ പിന്നീട് നടന്ന പ്രതികരണങ്ങളായി പുറത്തേക്ക് വരുന്ന വാർത്തയിൽ ഞാൻ സ്വതന്ത്രമായി നിന്നാലും ഞാൻ ജയിക്കും എന്ന വെല്ലുവിളി ഇയാൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയ്ക്കും ഒരു ആത്മവിശ്വാസം ലഭിക്കുന്ന രൂപത്തിൽ അയാൾ പ്രവർത്തിക്കുന്നു. അങ്ങ് എത്ര നിഷേധിച്ചാലും മുതിർന്ന നേതാക്കളൊക്കെ കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ നടക്കുന്നുണ്ട് എങ്കിലും ചില ഭാഗങ്ങളിൽ ഇയാൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇയാൾ സ്വീകരിക്കാൻ എത്തുന്ന അവിടുത്തെ പ്രാദേശികമായ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ടല്ലോ അനൂപ്. അല്ല, അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? കോൺഗ്രസ് തന്നെ സംരക്ഷിക്കും എന്നുള്ളത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നല്ലേ? കോൺഗ്രസ്സുകാരനായി നിൽക്കാൻ കഴിയില്ല, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലല്ലേ ഞാൻ സ്വതന്ത്രനായി നിന്നാലും ജയിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. ആ കോൺഗ്രസ്സിലുള്ള ആർത്ഥത്തിലുള്ള പ്രതീക്ഷകൾ നശിച്ചതുകൊണ്ടല്ല അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണെന്നേ ഞാൻ പറഞ്ഞില്ലേ, വളരെ തുടക്കത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഇരകൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഞാൻ വളരെ തുടക്കത്തിലേ പറഞ്ഞു. ഇത്തരം ഒരു പരാതിയുമായി ഒരാൾ രംഗത്ത് വരുമ്പോൾ, ഇവിടെ ബഹുമാനിയായ റിനി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, പ്രതിപക്ഷ നേതാവ് എടുത്ത സമീപനം എന്താ? ആദ്യത്തെ പരാതിക്കാർ തന്നെ രംഗത്ത് വരുന്ന സമയത്ത് അവരെ കല്ലെറിയുന്ന സമീപനം കോൺഗ്രസ് ഔദ്യോഗികമായി എടുത്തിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുപോലെ ആകുമായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് എന്താണ് ചെയ്തത്? കോൺഗ്രസ് ചെയ്തത് ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി സംരക്ഷിക്കില്ല, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി നേരിടണം, ഞങ്ങളുടെ പാർട്ടി പരിരക്ഷ ലഭിക്കില്ല എന്ന് പറയുക മാത്രമല്ല, പാർട്ടി സമ്പൂർണ്ണമായി ഡിസോൺ ചെയ്തു, പാർട്ടി നടപടിയെടുത്തു. ആദ്യം രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാക്കി, പിന്നെ പാർട്ടിയിൽ നിന്നേ ഒഴിവാക്കി. ഒരു പാർട്ടിയെ സംബന്ധിച്ച് സ്മൃതി ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയല്ലേ ഞങ്ങളെന്ന് ആലങ്കാരികമായി ചോദിക്കുകയല്ലോ, ഞങ്ങൾ നിലപാടെടുത്തില്ലേ? അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയുടെ അവിഭാജ്യ ഘടകമായിരുന്ന, കോൺഗ്രസിൻ്റെ മുഖമായിരുന്ന, ചാനലുകളിൽ ഈ പാർട്ടിയെ പ്രതിനിധീകരിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരാൾക്കെതിരെയാണ് നടപടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക നേതാവിനെതിരെയല്ല. ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, ഒരു നിയമസഭാ സാമാജികനാണ് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോൾ സമാനമായ സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഘടനാ നടപടി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോഴും PT കുഞ്ഞഹമ്മദിൻ്റെ ചോദ്യം അവിടെ നിൽക്കുകയല്ലേ? PT കുഞ്ഞഹമ്മദ് എന്താ ചെയ്തത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് ചെയ്യുമ്പോഴാണ്, ഗവൺമെൻറ്റിന് വേണ്ടി ചലച്ചിത്ര അക്കാദമിയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നുകൊണ്ട് സിനിമകൾ സ്ക്രീൻ ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമം നടത്തിക്കൊടുക്കുന്നതിനിടയിൽ, ആ ചുമതല നിർവഹിക്കുന്നതിനിടയിൽ വന്ന ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയതാ. പബ്ലിക് സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കൂടി ചുമതലയുടെ ഭാഗമായി നടന്ന ക്രൈമാണ്. ഇപ്പോഴും അദ്ദേഹം CPM-ൽ തുടരുകയല്ലേ? ഇപ്പോഴും CPM-ൽ അദ്ദേഹത്തിന്റെ പദവികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാഷ്ട്രീയമായി CPM അതിന് മറുപടി പറയാൻ അക്കൗണ്ടബിൾ ആണോ? അവർ മറുപടി പറയുന്നുണ്ടോ? ഞങ്ങൾക്ക് വളരെ PT കുഞ്ഞഹമ്മദ് ഒരു ചെറിയ നേതാവല്ലോ. ഈ പറയുന്ന കൈരളി TV ഉണ്ടാക്കാൻ പിണറായി വിജയനോടൊപ്പം കൈകോർത്ത് നിന്ന ആളാ. പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന നേതാവായ ആളാ. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു പ്രവർത്തിച്ച ആൾ, അതിനേക്കാൾ സീനിയറാ. ആ കാര്യത്തിൽ CPM സ്വീകരിച്ച സമീപനം നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുത്ത് പാർട്ടി പൊസിഷൻ, പാർട്ടി നിലപാട് പറയാൻ കഴിയുന്നത്. സമാന സന്ദർഭങ്ങളിൽ മറ്റു പല സംഘടനകൾക്കും ഈ ചർച്ചകൾ ബഹിഷ്കരിക്കേണ്ടി വരാറുണ്ട്. ഞങ്ങൾക്ക് ബഹിഷ്കരിക്കേണ്ട കാര്യമില്ല, ബഹിഷ്കരിക്കേണ്ട സാഹചര്യമില്ല. ഞങ്ങൾ വളരെ തുടക്കം മുതലെടുത്ത നിലപാടുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വളരെ കൃത്യമായി അക്കമിട്ട് നിർത്താൻ കഴിയും. 1, 2, 3 എന്നിങ്ങനെ പറയാൻ കഴിയും. ഞങ്ങൾ ഓരോ ഘട്ടത്തിലെടുത്ത നിലപാടുണ്ട്, ഇപ്പോഴത്തെ നിലപാടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇത് നിയമസഭാ അംഗത്തിൽ തുടരണോ എന്നുള്ളത് കോടതി ഒരാളെ അതിനകത്ത് കുറ്റവാളിയായി പ്രഖ്യാപിക്കുമ്പോഴാണ് അത് നടക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്തിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് ആധികാരികമായി ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും. ഞങ്ങൾക്ക് ഇതിനകത്ത് പറയേണ്ടതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ തയ്യാറാണ്. ഇതിനകത്ത് ഇരകളെ, പരാതിക്കാരെ ഒരു വാക്കുകൊണ്ട് പോലും അപമാനിക്കാൻ, അവരുടെ അന്തസ്സിന് മുറിപ്പെടുത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സമീപനമല്ല എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ച് ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.